റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹനിധികളായ സഹോദരങ്ങളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതകാലം സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ ജീവിക്കാനും അനിവാര്യ ഘട്ടത്തിൽ വളരെ വിശുദ്ധമായ ഒരു വിടവാങ്ങലും ജഗനിയന്താവ് നമുക്ക് അതിനുള്ളൊരു തൗഫീക്ക്, ഒരു മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം പാപമോചനത്തിൽ നിന്ന് നരകമോചനത്തിലേക്ക് വന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിലിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് വളരെ മനസ്സറിഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. പ്രാർത്ഥനകളൊക്കെ സ്രഷ്ടാവ് സ്വീകരിക്കുമാറാകട്ടെ. വളരെ ത്യാഗം നിറഞ്ഞ ഒരു നോമ്പ് കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കുറഞ്ഞ ദിവസങ്ങൾ കൂടി നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് റമദാനിൻ്റെ ഭാഗമായി നോമ്പ് നോൽക്കേണ്ടവരാണ്. ഇസ്ലാമിക വ്രതത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയൊരു അത്ഭുതം തോന്നിപ്പോകും. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നോമ്പിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുകയും നോമ്പ് വിഭാവനം ചെയ്യുന്ന ആത്മീയത ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരികയും ചെയ്യുമ്പോഴാണ് ഈ റമദാനു ഷരീഫിൻ്റെ വ്രതാനുഷ്ഠാനത്തിൽ നിന്ന് നമുക്കൊരു ആത്മീയമായ ഒരു പ്രചോദനം ലഭ്യമാവുകയുള്ളൂ. അതിനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലത്ത് ധാരാളം അമലുകൾ നമ്മൾ ചെയ്യുന്നവരാണ്, നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു, നമ്മൾ അറിയുന്നവരുമാണ്. ഖത്മുൽ ഖുർആനിന് വലിയ നേട്ടമുള്ള ഒരു മാസമാണ്. വളരെ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട ഏറെ പവിത്രമായൊരു മാസം. ഈ മാസത്തിൽ ഖുർആനിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു. ഒരർഫ് ഉച്ചരിച്ചാൽ പോലും ഒരുപാട് പ്രതിഫലം, ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലം. അപ്പോൾ ഖുർആനിൻ്റെ ഓരോ വാക്യങ്ങൾ, ഓരോ അക്ഷരങ്ങൾ അത് ഖുർആനാണ് എന്ന തലത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നമ്മൾ ഓതി വെക്കുമ്പോൾ അതിനൊക്കെ പ്രതിഫലം 10 മടങ്ങായി ഇരട്ടിയായി അതിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു. ഈ ഖുർആൻ പാരായണം പോലെ ഏറെ പ്രതിഫലം ലഭ്യമാകുന്ന ഒന്നാണ് ദാനധർമ്മം എന്നുള്ളത്.
സക്കാത്ത് അത് ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതല്ല. സക്കാത്ത് അനിവാര്യമായി നമസ്കാരം പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ ചെയ്യാൻ നിർബന്ധമായ ഒരു റുക്കിനാണ്, ഒരു ഫർളാണ്, വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ നിർബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്രതാനുഷ്ഠാനം, നോമ്പ്, ഹജ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലാണ് സക്കാത്തുമുള്ളത്. എന്നാൽ സദക്ക എന്ന് പറയുന്നത് നിർബന്ധമല്ലാതെ സ്വയിഷ്ടപ്രകാരം അവൻ നൽകുന്ന ദാനധർമ്മങ്ങളാണ് സദക്ക എന്ന് പറയുന്നത്. അത് ഏറെ ചെയ്യൽ പുണ്യമുള്ള, ഏറെ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരാൾ ചോദിക്കുകയാണ് പ്രവാചകനോട്, നബിയെ, ഏറ്റവും നല്ല ദാനധർമ്മം എപ്പോഴാണ്? ഏറ്റവും നല്ല സദക്ക ഏതാണ് ആവുക നബിയെ? പുണ്യ റസൂൽ പറഞ്ഞു, നീ സദക്ക ചെയ്യലാണ്. അന്ത സഹീഹുൻ ഷഹീഹുൻ. പുണ്യ റസൂൽ പറയാണ്, നീ നല്ല ആരോഗ്യവാനാകുന്ന സമയത്ത്, നീ നല്ല ആരോഗ്യമുണ്ട്, ആ സമയത്ത് നീ സദക്ക കൊടുക്കുക. പിന്നെ പറഞ്ഞത് എന്താണ്? ആരോഗ്യമുണ്ട് എന്ന് മാത്രമല്ല, നീ സമ്പത്തിലേക്ക് ആവശ്യമുള്ളവനാണ്. അനിവാര്യമായ ഒരാവശ്യവുമായി നീ ജീവിക്കുമ്പോഴാണ് നീ സദക്ക കൊടുക്കുന്നത്. തീർന്നില്ല. തഹാഫുൽ ഫഖ്റ, നീ ദാരിദ്ര്യത്തെ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നിനക്ക് ആവശ്യമുണ്ടായിരിക്കെ എന്നാൽ ആരോഗ്യ അവസ്ഥയിൽ നീ സദക്ക ചെയ്യുന്ന ആ ഒരു സദക്ക, അതാണ് ദൈവിക സമക്ഷം ഏറെ വിശുദ്ധമാകുന്നത് എന്ന് പരിശുദ്ധ പ്രവാചകരുടെ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ സദക്ക എന്നുള്ളത്. സദക്ക ആഫത്തുകളെ തടയുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. ആഫത്തുകളെ തടയും. ഇത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലൊക്കെ അത് വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്ന, വളരെ പ്രഗത്ഭനായ അള്ളാഹുവിൻ്റെ ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ മഹത്വം ബോധ്യപ്പെടുത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സദക്കയുടെ നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഇന്ന് സഹായിക്കാനും ദാനധർമ്മങ്ങൾ നൽകാനും പലപ്പോഴും പല ആളുകളും മുന്നോട്ട് വരാറുണ്ട്. അതിനൊക്കെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഇപ്പം ഞാനൊരു ധർമ്മം ചെയ്യുന്നുവെങ്കിൽ അത് കുറേ ആളുകളെ ബോധ്യപ്പെടുത്തി അത് ഒരു വലിയ പരിപാടിയാക്കി മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പ്രവണത ഒരിക്കലും ഭൂഷണമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമല്ല. അതിൻ്റെ രണ്ട് കാരണമാണ്. ഒന്ന്, ഈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉദ്ദേശ ശുദ്ധി അവിടെ അവസാനിക്കുന്നു. ഇത് നിമിത്തമായി അയാൾക്ക് കിട്ടേണ്ടതാണ്, ആഖിറത്തിൽ കിട്ടേണ്ട പ്രതിഫലങ്ങൾ യാതൊരു അർത്ഥത്തിലും കിട്ടാതെ പോകുന്നു. മറ്റൊന്ന്, ഈ വാങ്ങുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കുറേ ആളുകളെങ്കിലും നിവൃത്തിയില്ലാതെ വാങ്ങുന്നവൻ, അവൻ്റെ ആ സങ്കടങ്ങൾ, അവൻ്റെ വേദന, അവൻ്റെ മനസ്സിൻ്റെ ആ വേദന ഉൾക്കൊള്ളുന്ന ആ ഒരു സാഹചര്യം മറ്റുള്ള ആളുകൾ നോക്കിക്കാണേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പരസ്യമായി ചെയ്യുന്ന ഒന്നല്ല, ചെയ്യേണ്ട ഒന്നല്ല. അതീവ രഹസ്യമായിട്ടാണ് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഈ ദാനധർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നാൽ നാളെ കിട്ടാൻ പോകുന്ന നേട്ടം എന്താണ്? അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് പ്രതിഫലങ്ങൾ. പടച്ചറബ് ആ പ്രതിഫലങ്ങൾ അത് നൽകാൻ മനുഷ്യൻ്റെ മരണശേഷം ആ പ്രതിഫലങ്ങൾ
സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ കാണാനുള്ള താല്പര്യമില്ലാതെ അള്ളാഹുവിനെ പ്രീതിയോടെ മാത്രം ചെയ്താൽ കിട്ടാൻ പോകുന്ന കാര്യമാണ്. അത് ലഭ്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീനെന്ന് നമുക്ക് ദുആ ചെയ്യാം. ദാനധർമ്മങ്ങളെ തടഞ്ഞു വെക്കൽ അത് പാതകമാണ്, തെറ്റാണ്. നമ്മൾ നൽകാൻ അർഹനാണെങ്കിൽ അകത്തളങ്ങളിൽ യഥേഷ്ടം നാണയത്തുട്ടുകളുണ്ട്, ധാന്യങ്ങളുണ്ട്, അവൻ തൻ്റെ കൂട്ടുകാരന് ആവശ്യമുള്ളതെല്ലാം ഇവിടെ നൽകാനുണ്ട്. എന്നിട്ടും അത് സൂക്ഷിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് വലിയ ഒരു തെറ്റായി അത് രൂപാന്തരപ്പെടുകയും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകേണ്ടി വരികയും ചെയ്യുന്നു. ദാനധർമ്മങ്ങൾ കൃത്യമായി നൽകുന്ന പക്ഷം അതുകൊണ്ടൊരു പരാജയം സംഭവിക്കില്ല എന്ന് മാത്രമല്ല, നൽകുന്നവൻ പിന്നീട് അതിൻ്റെ ഗുണം അവർക്ക് ലഭ്യമാവുകയും ചെയ്യുമെന്ന വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഓർത്തു പോവുകയാണ്, ഒരു കുടുംബമായി ജീവിച്ചു കൊണ്ടിരിക്കെ ഒരു സഹോദരിയുടെ വീട്ടുപടിക്കൽ വളരെ പ്രയാസത്തോടെ ഒരു യാചകൻ വരുന്നു. സാഹചര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ മനസ്സലിഞ്ഞ ആ വീട്ടുകാരി താൻ ഏറെ സ്നേഹത്തോടെ അണിയാറുള്ള ചെയിനെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാര്യമുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൊരായത്തുണ്ട്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന ആശയം വരുന്ന ഒരായത്തുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് അവരണിഞ്ഞ ആ മാല എന്നുള്ളത്. മറ്റൊന്നും ചിന്തിക്കാതെ അത് വന്ന യാചകൻ പ്രയാസപ്പെട്ട് പറഞ്ഞപ്പോൾ അവനക്ക് ഊരി കൊടുക്കുന്നു. യാചകൻ തിരിച്ചു പോയി. വീട്ടിൽ ഭർത്താവ് വന്നു. ദൂരതയിലേക്ക് പോയ ഭർത്താവ് വന്നു. ഇവൾ കാര്യമൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ആ ഒരു ഘട്ടത്തിൽ അയാളുടെ നിസ്സഹായത കണ്ടപ്പോൾ, അയാളുടെ പ്രയാസം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മാല ഊരിക്കൊടുത്തു. ഇത് കേട്ടപ്പോൾ കോപാകുലനായ ഭർത്താവ് അവളെ ശകാരിച്ചു എന്ന് മാത്രമല്ല, വീട്ടിൽ നിന്ന് പടിയിറക്കി വിടുകയും ചെയ്യുന്നു. കാലങ്ങൾ രണ്ടു പേർക്കുമിടയിൽ ഒരുപാട് വിടവുകൾ ഉണ്ടാക്കി. ഭർത്താവ് തൊലാക്ക് ചൊല്ലിയപ്പോൾ ഒഴിവാക്കിയപ്പോൾ ഒരു വളരെ പ്രയാസപ്പെട്ടൊരു ജീവിതമായി ഇവളുടെ ജീവിതം മാറുന്നു. ഇവളെ ഒഴിവാക്കിയതോടുകൂടെ ആ ഭർത്താവ് സാമ്പത്തികമായി ശോഷിക്കുകയും അവസാനം വളരെ ദാരുണമായൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഭർത്താവിൽ നിന്ന് മോചിതയായ ഈ സ്ത്രീക്ക് മറ്റൊരു കല്യാണ ആലോചന വരുന്നത്. ഒരു വിധേനെ ആ ബന്ധം നടക്കുന്നു. അവ നോക്കുമ്പോൾ കാണാൻ തെറ്റില്ലാത്ത ആരോഗ്യ ദൃഢനായ ഒരാൾ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ആ ഭർത്താവ് താൻ വിവാഹം ചെയ്ത തൻ്റെ പ്രിയപ്പെട്ടവളോട് ഇന്നലെകളിൽ തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ പറഞ്ഞു കൊടുത്തു, ഞാനിങ്ങനെ ആയിരുന്നില്ല, വല്ലാത്തൊരു ദരിദ്രാവസ്ഥ എനിക്കുണ്ടായിരുന്നു. ആ ദരിദ്രാവസ്ഥ ഞാനിങ്ങനെ കഴിയുമ്പോഴാണ് ഞാൻ യാചനയ്ക്ക് വേണ്ടി, കൈനീട്ടാൻ വേണ്ടി ഞാൻ നിർബന്ധിതനായി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി മറ്റൊന്നും ചിന്തിക്കാതെ അവളുടെ മാല എനിക്ക് ഊരിത്തരുന്നു. ആ മാല ഞാൻ വിറ്റു, ഞാൻ സമ്പന്നനായി. ഇന്ന് ഞാൻ കാണുന്ന സർവ്വ ഐശ്വര്യത്തിനും കാരണം ആ മാല നൽകിയ പെൺകുട്ടിയാണ്. ഇത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണ് നിറയുകയാണ്. യഥാർത്ഥത്തിൽ അവളായിരുന്നു അന്ന് ഇദ്ദേഹത്തിന് മാല കൊടുത്തത്. അവർ ആ സന്തോഷം പങ്കുവെച്ച് ജീവിക്കുന്നതിനിടയിലാണ് വീട്ടുപടിക്കൽ ഒരു യാചകൻ്റെ ശബ്ദം കേൾക്കുന്നത്. അവൾ കതക് തുറന്നു നോക്കിയപ്പോൾ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആരായിരുന്നോ തന്നെ ധർമ്മം ചെയ്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ആ ഭർത്താവായിരുന്നു. ഒന്നുമില്ലാതെ അവശനായി ജീവിതം
പിടിച്ചു നിൽക്കാൻ ഈ യാചനയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ഇതിൽ ഒന്ന് ഓർത്തു നോക്കൂ. ഇവിടെ ദാനധർമ്മം നൽകിയ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവരുടെ ദാനധർമ്മം ലെവലേശ പോലും അവളെ തളർത്തിയില്ല. മറിച്ച് ധർമ്മം കൊടുത്തതിന് പേരിൽ ആക്രോശിച്ച ആ മനുഷ്യൻ ആർക്ക് കൊടുത്തത് കൊണ്ടാണോ താൻ ദേഷ്യപ്പെട്ടത് അതേ ആളുടെ അവസ്ഥയിലാവുകയും അന്ന് യാചകനായി വന്നവൻ പിന്നീട് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിവുള്ള പ്രാപ്തനായ ഒരാളായി അള്ളാഹു മാറ്റുകയും ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഫാത്തിമാബിയുടെ ചരിത്രം നമുക്കറിയാലോ. റുമ്മാൻ പഴത്തിന് വേണ്ടി അത്യാഗ്രഹത്തോടു കൂടി തൻ്റെ പ്രിയതമനെ പറഞ്ഞയച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു റുമ്മാൻ പഴവുമായി വരുന്ന സമയത്ത് യാചകനെ കാണുകയും പട്ടിണി കിടക്കുന്ന ആ മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് പഴങ്ങളെ ആവശ്യപ്പെട്ടപ്പോൾ ഫാത്തിമ ഏൽപ്പിച്ചതാണെന്ന് പോലും മറന്ന ആ യാചകന് വേണ്ടി അപ്പോൾ അത് ധർമ്മം കൊടുക്കാൻ യാതൊരു മടിയുമില്ലാതെ പ്രിയങ്കരനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഈ കാര്യം തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയോട് പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന ഫാത്തിമ ബീവിയെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദാനധർമ്മത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അള്ളാഹുവിൻ്റെ വഴിയിൽ ചെയ്യാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. സർവശക്തനായ അള്ളാഹു റബ്ബിൻ്റെ പൊരുത്തത്തിലായി, റബ്ബിൻ്റെ മാർഗത്തിലായി ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.